മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, പാഴാക്കി കളയരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇശാ നമസ്കാരം ഖബറിന്റെയും നാളത്തെ പരലോകത്തെ അന്ത്യനാളിന്റെയും ഇരുളാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇശാ നമസ്കാരമൊക്കെ വല്ലാതെ ഇരുളാണല്ലോ. അപ്പൊ ആ ഇശാ നമസ്കാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തുള്ള ഇരുളിനെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ ഇശാ നമസ്കാരം ഏതെങ്കിലും ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ ഖബറും മുഖവും അള്ളാഹു പ്രകാശിപ്പിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ ചിരിച്ചുകൊണ്ടും കിടക്കാം, ഖബറിന്റെ അകത്ത് പോയി കിടക്കുമ്പോ പ്രകാശവും അള്ളാഹു നൽകും. അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹി വല്ലാതെ പ്രയാസമുള്ള നമസ്കാരമാണ്. കാരണം നല്ല ഉറക്കത്തിൽ കിടക്കുന്ന നമസ്കാരമാണ്. ഏതെങ്കിലും ഒരു മനുഷ്യന് സുബഹി നമസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ അള്ളാഹു അവനെ മുനാഫിക്കീങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തും. അതുപോലെ തന്നെ നരകമോചനം നൽകി സ്വർഗം നൽകുമെന്ന് ഹദീസ്